ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് മോട്ടിവേഷൻ്റെ ഏറ്റവും ഉയർന്നൊരു തലമാണെന്ന് വേണേൽ പറയാം. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന എലിഫൻറ്റിനെയാണ്. എങ്ങനെ കഴിക്കണമെന്ന് മനോജ് സാർ തീർച്ചയായിട്ടും പറയും. നമ്മുടെ വലിയ ഗോളുകളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്, എന്നാൽ പലപ്പോഴും ഫെയിലായിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധയോടെ നമുക്ക് മനോജ് സാറിനെ കേൾക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം മനോജ് കുമാർ സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, sir, for the another opportunity to present in this platform. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ സെഷനിൽ നമ്മൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട്, മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ബി ദി കോക്രോച്ച് എന്താണ് സെഷനാണ് എടുത്തത്. അതിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇച്ചിരൂടെ ഏറ്റവും വലിപ്പമുള്ള ഒരു കാര്യത്തിലേക്കാണ്. സാറ് പറഞ്ഞ മാതിരി തന്നെ വലിപ്പത്തിൽ ആനയോളം വലിപ്പം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നെ അതിൻ്റെ ഒരു എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമല്ലോ. അപ്പം ഇത് ഈറ്റ് ദി എലിഫൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംശയം നമുക്ക് തോന്നാം, എലിഫൻറ്റിനെ. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾ എങ്ങനെ ആനയെ തിന്നും? ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ കുസൃതി ചോദ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുസൃതി ചോദ്യങ്ങളിൽ പെട്ടതൊന്നുമല്ല. പക്ഷേ വീണ്ടും ഞാൻ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ആനയെ തിന്നും? ഈറ്റ് ദി എലിഫൻ്റ് എന്നാണ് സാബു സാറേ നമ്മുടെ ടൈറ്റിൽ. എന്തെങ്കിലും ഒരു തോട്ടമുണ്ടോ സാറിന്? അല്ല മറ്റേ ആർക്കെങ്കിലും എന്തെങ്കിലും തോട്ടം ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ജസ്റ്റ് ചെറുതാക്കി തിന്നാം. യെസ്, അതെ. അപ്പം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? റോയ് സാർ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സജഷൻ? ആനയെ പറ്റത്തില്ല. ചെറിയ ചെറിയ പീസുകളാക്കി കുറെ കാലങ്ങൾ കൊണ്ട് നമുക്കത് അകത്താക്കാൻ പറ്റും. ഓക്കെ, ആണെങ്കിലും അതിനെ പതുക്കെ പതുക്കെ അറിഞ്ഞറിഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റും, ആനയാണെങ്കിൽ പോലും. ശരിയാണ്. അപ്പോൾ ഇവിടെ കേട്ട കാര്യങ്ങളിൽ നിന്ന് ശരിക്കും പല ഉത്തരങ്ങൾ നമ്മൾ കേട്ടല്ലോ. എന്നാൽ ശരിക്കും നോക്കിയാലേ ഇതിൻ്റെ ഫിസിക്കൽ, ഈ ആനയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ആനകളെ നോക്കിയാൽ ആനകൾ വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ കാണുന്ന ഏഷ്യൻ ആനകൾ, ഏഷ്യൻ എലിഫൻസ് എന്നാണല്ലോ പറയുന്നത്. അതിന് പോലും ഏതാണ്ട് ഒരു 2000 മുതൽ 5000 കിലോഗ്രാം വരെയൊക്കെ ഭാരം വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഒരു 3500 നമുക്ക് വേണമെങ്കിൽ എത്താം. അത്രയും ഭാരമുള്ളതിനാൽ ഒരു മനുഷ്യനെ ആനയെ തിന്നാൻ കഴിയുമെന്ന് എത്ര കാലം വേണ്ടി വരും അല്ലേ? 2000, 2500, 3000. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചോദ്യത്തിനുള്ള ഉത്തരം, ആനയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വർഷങ്ങളോളം കഴിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കഴിയാം അല്ലേ? ചെറിയ പീസാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും മറികടക്കാൻ കഴിയാത്തതുമായ ജോലിയെ ഫലപ്രദമായി നേരിടാൻ അവയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്ജക്റ്റിലേക്ക് അങ്ങനെയാണല്ലോ പോകുന്നത്. ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഓരോ തരത്തിൽ, കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസം, അവരുടെ പഠിത്തം, ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷണലുകൾക്കാണെങ്കിൽ അവർക്ക് ജോലിയിലുള്ള ടാസ്കുകൾ, ഒരുപാട് ടാസ്കുകൾ ചിലപ്പം പല തരത്തിൽ ജോലിയിലുണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കൊക്കെ നിത്യേന ഉള്ള ടാസ്കുകളുണ്ട്. നമ്മുടെ ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യേണ്ട ടാസ്കുകളുണ്ട്. അതൊക്കെ വലിയ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആ ടാസ്കുകളുടെ വലിപ്പമോ അതിൽ കൂടെ പോകുന്ന ആ പ്രോസസ്സിലുള്ള ചിലപ്പോൾ പ്രയാസങ്ങളോ പാത്തുകളോ ഒക്കെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരിക്കും. നമ്മൾക്ക് വിചാരിക്കും, ഇതൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യങ്ങൾ അങ്ങനെ പോലും ചിലപ്പോൾ ഒരു നെഗറ്റിവിറ്റിയൊക്കെ തോന്നിയാലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഇപ്പം റോയ് സാർ കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പം അതെങ്ങനെയാണ് ഈ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നത്? പ്രശ്നങ്ങളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, അതൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ചിലപ്പം ചില കാര്യങ്ങൾ
അതിൻ്റെ സമയമെടുക്കും. ചിലതിന് വളരെ സമയമെടുക്കുന്ന കാര്യമായിരിക്കാം. എന്നാൽ ചിലത് പെട്ടെന്ന് സാധിക്കാവുന്നതും ഉണ്ടാവും. ഇതിനൊക്കെ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൃഢനിശ്ചയം വേണം. ഓക്കെ. എങ്കിൽ നമ്മുടെ ഒരു ഗോൾ സെറ്റിങ്ങിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ശരിക്കും നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ അതിനെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മളത് നേരെ നമ്മൾ അതിനെയൊക്കെ ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നത്, നമ്മുടെ ഒക്കെ എത്തുന്നതും അങ്ങനെ വളരെ ഒരു നീണ്ട പ്രോസസ്സിൽ കൂടെ ആയിരിക്കാം. ചിലപ്പം ചില കാര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടുണ്ടാകാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഈ നേരത്തെ ഒരു സെഷനിൽ ഇങ്ങനത്തെ ഈ ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനകത്ത് ചെറിയ വ്യത്യാസമുള്ളൂ. അത് ഈറ്റ് ദി ഫ്രോഗ് എന്നായിരുന്നു. അതൊരു ഫ്രേസാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ നിന്നാണ് ഒരു പക്ഷേ ഇത്ര വലിയ അതിനേക്കാളും വലിയ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആദ്യം ചെയ്യുക. അതായിരുന്നു നമ്മൾ ടൈം മാനേജ്മെൻറ്റിൽ കേട്ട ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. കാരണം അത് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തീരത്തില്ല. അപ്പോൾ ഈ ഈറ്റ് ദി ഫ്രോഗ് എന്ന പ്രോസസ്സിൽ അതിന് കുറച്ച് സൈക്കോളജിക്കൽ എഫക്റ്റ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ഒക്കെ എന്നുള്ളത് നമുക്ക് പുറകാലം നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ് ഇത്? അപ്പോൾ ഒന്ന് ടൈമുണ്ട്. പിന്നെ ഇത് വേഗത പെട്ടെന്ന് സാധിക്കാനുള്ള ഒരു പ്രോസസ്സൊന്നും അല്ല. പെട്ടെന്ന് സാധിക്കില്ല. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ആശയം. നമ്മൾ നേരിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീന് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് അവർ ടുഡേയ്സ് പ്രോഗ്രാം. Okay, so let's start our today's session. Achieving anything remarkable always requires long-term effect. നമുക്ക് കാര്യപ്രസക്തമായ ശ്രദ്ധേയമായ എന്തെങ്കിലും നേടുന്നതിന് എപ്പോഴും ദീർഘകാല പരിശ്രമം ആവശ്യമാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഈ കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോട്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷനിലൊക്കെ ഈ കോട്ട് പലയിടത്തും ഞാൻ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ദ ജേർണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ലവർസുവിൻ്റെ വളരെ പ്രസിദ്ധമായ, വളരെ മോട്ടിവേഷൻ നമുക്ക് തോന്നുന്ന വളരെ പ്രസിദ്ധമായ ഒരു കോട്ടാണ്. എന്താണ്? 1000 മൈൽ യാത്ര ആരംഭിക്കുന്നത് ഒരൊറ്റ ചുവടുവെപ്പിലാണ്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷനും. അതുകൊണ്ടാണ് ഈ ഈറ്റ് ദി എലിഫൻറ്റ് കോൺകർ ബിഗ് ഗോൾസ് വിത്ത് സ്മോൾ സ്റ്റെപ്സ് എന്ന് ഞാനൊരു സബ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈറ്റ് ദി എലിഫൻറ്റ് ടു കോൺകർ ബിഗ് ഗോൾസ് വിത്ത് സ്മോൾ സ്റ്റെപ്സ്. ചെറിയ ചെറിയ ചുവടുവെപ്പുകൾ കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കുക. ശരിക്കും കോൺകർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, കീഴടക്കുക എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കീഴടക്കാൻ പറ്റാത്തത് ആണെന്ന് ഒരുപക്ഷെ തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ആ വലിയ ലക്ഷ്യങ്ങളെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കീഴടക്കാൻ പറ്റും, നമുക്ക് ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ. സോ ലെറ്റ് us see. അപ്പോൾ എന്താണ് ആക്ച്വലി വാട്ട് ഡസ് ഈറ്റ് ദ എലിഫൻറ്റ് മീൻ? എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു ഫ്രേസിൻ്റെ അർത്ഥം എന്ന് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ നോക്കിയല്ല. എത്ര വലിയ കാര്യമാണെങ്കിലും അത് കൈകാര്യം ചെയ്യാനാവുന്ന ഭാഗങ്ങളായി അതിനെ വിഭജിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ വാക്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇന്നർ മീനിങ്. ഈറ്റ് ദി എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ
നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, വലിയ കാര്യമാണ് അല്ലെങ്കിൽ ജോലിയാണ്. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിനെ വി ആർ ഡിവൈഡിങ് ഇൻ ടു സർട്ടൺ പോർഷൻസ്. അതാണ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ശരിക്കും ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈറ്റ് ദി ഫ്രോഗ് എന്ന് പറഞ്ഞൊരു ഫ്രേസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നത് ബ്രയൻ ട്രേസി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ബ്രയൻ ട്രേസിയുടെ ഒരു ബുക്കിൽ കൂടി, പ്രസിദ്ധമായ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ കൂടിയാണ് ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞ ഫ്രേസിങ്ങും ഒക്കെ ഉണ്ടായത്. പക്ഷെ അതിനു മുന്നേ തന്നെ നമുക്ക് ഡെസ്മണ്ട് ടുട്ടു ഒരു സൗത്ത് ആഫ്രിക്കൻ ബിഷപ്പൊക്കെ ആയിരുന്നു. അദ്ദേഹവും വളരെ അവിടുത്തെ അപ്പാർത്തൈക്കൊക്കെ വേണ്ടിയിട്ട് വളരെ വിശദമായിട്ടുള്ള ഇടപെടലുകളൊക്കെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കോട്ട് പറയുമായിരുന്നു, വൺ ബൈറ്റ് അറ്റ് എ ടൈം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കോട്ടുകൾ ഉണ്ട്, ഒരുപാട് കോട്ടുകൾ. നമുക്ക് ഈ ഡെസ്മണ്ട് ടുട്ടൂൽ എന്ന് പറഞ്ഞ ബിഷപ്പിൽ കൂടി അദ്ദേഹം വളരെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ബിഷപ്പിനോടൊപ്പം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവാർഡ് പലതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രേസ് കൊണ്ടുവന്നിട്ട് വൺ ബൈറ്റ് അറ്റ് എ ടൈം, ഒരു സമയം ഒരു ബൈറ്റ് മാത്രം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാധാന്യം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഈ ഫ്രേസ് ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളിലൊക്കെ ട്രെയിനിങ് പർപ്പസിനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സമാനമായ കാര്യങ്ങളിലൊക്കെ. കാര്യം യുദ്ധസമാനത്തിന് എപ്പോഴും ഒരു ഡിഫൻസ് ടീം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അവർ പ്ലാനിങ്ങിലായിരിക്കും. അപ്പോൾ അവരൊരു വലിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ സോ ദേ ഡിവൈഡ് ഇൻ ടു സോ മെനി പോർഷൻസ്, എന്നിട്ട് അതിന് ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒരു എല്ലാ തരത്തിലും വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ട ഒരു പ്രിപ്പറേറ്ററി മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഈ പറഞ്ഞുള്ള പല ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പലതരത്തിലുള്ള ഇൻഡസ്ട്രികളിലും ഇത് ഉപയോഗിക്കാറുണ്ട്, ഈവൻ മോട്ടിവേഷണൽ സ്റ്റഡീസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വൈ ഇറ്റ് മാറ്റേഴ്സ് ഇൻ ടുഡേയ്സ് വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇതെന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇൻഫർമേഷൻസും നമ്മുടെ ഈ ടെക്നോളജിയെക്കുറിച്ചാണെങ്കിലും മറ്റുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനെ കുറിച്ച് ഒരു വലിയ ഭാരമുണ്ട്. നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു കാര്യം ഒന്ന് തിരഞ്ഞ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ഇൻ്റർനെറ്റിലൊക്കെ തന്നെ പോയി തിരഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം കാര്യങ്ങളുടെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറയാൻ നമ്മൾ തന്നെ ഒടുവിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ, ഇത്രമാത്രം കാര്യങ്ങളുണ്ടോ. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, കാര്യങ്ങളൊക്കെ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരേ സമയം ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഫ്രേസിൽ കൂടി ഇതൊരു പ്രാക്ടീസ് കൂടെയാണ്. ചെറിയ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മളെ ഈ പ്രോസസ്സിലേക്കൊക്കെ പ്രോസസ്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ടാസ്കുകളും ടാസ്കുകളെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കും. ഉദാഹരണത്തിന് ഒരു ബിസിനസ് തുടങ്ങുകയെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജും അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുണ്ടാവും, അതിനെക്കുറിച്ച് പ്ലാനിങ് ഉണ്ടാവും, ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നോക്കുമ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ വലിയ ടാസ്കുകളൊക്കെ പുട്ട് ഇൻ ടു സ്മോൾ പീസസ്. അതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് ഇൻഫർമേഷൻസ് കൊണ്ട് ഒരു വലിയ ഈ ആനയുടെ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനേ ചിലപ്പം പറ്റത്തുള്ളൂ. ഓക്കെ, സോ വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ള
ഒരു സംശയം ചിലപ്പോൾ നമ്മളെ തന്നെ ഒരു പ്രശ്നത്തിൽ തോന്നി. ഇതെങ്ങനെയാണ് നമ്മൾ സാധിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം തോന്നാം, ഉത്കണ്ഠ തോന്നാം. ആ ഉത്കണ്ഠ തോന്നി തന്നെ നമുക്ക് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാം. അപ്പോൾ അതിനുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പോംവഴിയാണ് ഈ പറയുന്ന ഈറ്റ് ദി എലിഫന്റ് എന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രസക്തി ഇപ്പോൾ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് പോകേണ്ടതെന്നൊക്കെ. സോ ഐഡൻറ്റിഫൈങ് ദി എലിഫന്റ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതാണ് ഇതിനകത്തെ ആദ്യത്തെ നമ്പർ 1 പ്രോസസ്സ്, സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫൈൻഡ് യുവർ 1 ബിഗ് ജ്യൂസി എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റ് എ ടൈം നമുക്ക് ഒരു വലിയ ടാസ്ക് എടുക്കുന്ന ആണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. 1 അല്ലെങ്കിൽ മാക്സിമം 2 ആകാം. നമ്മളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന, എന്നാൽ അത് നമുക്ക് ചെയ്തേ തീരൂ, അത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധമുണ്ടാവും, ജോലിയായിട്ട് ബന്ധമുണ്ടാവും, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ടാവും. അപ്പോൾ ആ കാര്യം ചെയ്തേ നമുക്ക് പൂർണ്ണതയിലെത്തിയെങ്കിൽ മാത്രമേ ചെയ്യാൻ നമുക്കത് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു. അത് ചിലപ്പം എന്താണ് മോശമുള്ള, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം, ഒരു പക്ഷേ പോകാൻ ചെയ്യാനൊക്കെ പ്രയാസമുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ കാര്യം എന്താണെന്ന് യു ഹാവ് ടു ഐഡൻറ്റിഫൈ. വാട്ട് ഈസ് ദാറ്റ് 1 ബിഗ് എലിഫന്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്? അടുത്തത്, ഡോണ്ട് ബി സ്കേർഡ് ബൈ ഇറ്റ് സൈസ്. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ടാസ്കുകളൊക്കെ നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് മൈൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്നും, അപ്പോൾ അതിൻ്റെ ആ സൈസ് നോക്കിയിട്ട് ഡോണ്ട് ബി സ്കേർഡ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് ആ സൈസ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, പേടിക്കാൻ പാടില്ല. അടുത്താണ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു 100 ഓഫ് ലിറ്റിൽ പീസസ്. അപ്പോൾ അതങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ വലിയൊരു കാര്യമായതുകൊണ്ട് വേണമെങ്കിൽ 100 നിങ്ങൾ ഭാഗിച്ചോളൂ, അല്ലെങ്കിൽ 50 ഭാഗിച്ചോളൂ. ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിവൈഡ് ഹൗ മെനി പീസസ്, ലിറ്റിൽ പീസസ് യു വാണ്ട് ടു break into. And now we are coming to this the point actually. Okay, eat a single piece at a time over months and years. അപ്പോൾ നമ്മൾ ഒറ്റ ഒരു കഷ്ണം മാത്രമേ അതിനകത്ത് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിൻ്റെ വലിയ കാര്യമാണ്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതാണ്, ഒരുപാട് കോർഡിനേഷൻ വേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ശരി, അതെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെയാണ് ഈറ്റ് എ സിംഗിൾ പീസ്. ആന വലുതാണ്, ഈറ്റ് ദി എലിഫൻ്റ് എന്ന് പറയുന്നത് പോലെ ഒരു ചെറിയ കഷ്ണങ്ങൾ 100 കഷ്ണങ്ങളാക്കി മാറ്റിയതിൽ ഒരു കഷ്ണം ആക്കി മാറ്റുക, അതിൽ തുടങ്ങുക. അതിന് ശേഷം ആ പ്രോസസ്സ് എൻജോയ് ചെയ്യണം. ഓക്കെ, കാര്യം ഇതൊരു വലിയൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ യു ആർ സ്റ്റാർട്ടഡ് സംതിങ്, സ്റ്റിക്ക് ടു ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ഡൺ ഇവൻച്വലി. ശരിക്കും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോടുകൂടിയാണ് നമ്മൾ ആ കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയം അനിവാര്യമാണ്. അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ഒരു എലിഫൻറ്റിനെയാണ് നമ്മൾ ശരിക്കും പറയുന്നത്. ഇതൊരു മെൻ്റൽ ഇമാജിനേഷൻ വേണമെങ്കിൽ പറയാം. വലിയൊരു എന്താണ് ഒരു എലിഫൻറ്റിൻ്റെ ഒരു പിക്ചർ നമ്മൾ നോക്കുമ്പോൾ, അതിൻ്റെ സൈസും കൂടെ ഒക്കെ നോക്കുമ്പോൾ, സോ ദിസ് ഈസ് ദി ടാസ്ക് വി ഹാവ് ടു ഡീൽ വിത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എലിഫൻറ്റിനെ നമ്മൾ ഇങ്ങനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നൗ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് സൊല്യൂഷൻ, ആക്ച്വലി വി ഹാവ് ടു ലുക്ക് അറ്റ് ദ പ്രോബ്ലം. എന്തൊക്കെയാണ് ചലഞ്ചസ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഇതിനൊരു സൈക്കോളജിക്കൽ വെയിറ്റ് ഓഫ് ലാർജ് ഗോൾ, നമ്മൾ ചിലപ്പം, ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു, ഒരു സൈക്കോളജി ആയിട്ട് നോക്കുമ്പോൾ ഇതിനൊരു വെയിറ്റ് ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഭാരം നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസിക വൈകാരിക ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. രണ്ടാമത്തെയാണ് ഫിയർ വരാം, പേടി വരാം, പ്രൊക്രാസ്റ്റിനേഷൻ, ഓവർവെൽം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പേടിച്ച് ഈ കാര്യം തന്നെ വേണ്ടാന്ന് നോക്കാം. ഒരുപക്ഷെ അത്രമാത്രം ചലഞ്ചിങ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അത്രമാത്രം ഇതിനകത്ത് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തുടങ്ങി വെച്ചിട്ട് പകുതിക്ക് തന്നെ ചിലപ്പോൾ നിർത്താൻ നമുക്ക് ഒരു മെൻ്റലി ഒരു ടെൻഡൻസി തോന്നാം. നമുക്ക്
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ എടുത്താണ്. ലോജിക്കൽ ബിസിനസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മാസ്റ്റർ സബ്ജക്റ്റിനൊക്കെ ചേരേണ്ട മാസ്റ്ററിങ് എ കോംപ്ലക്സ് സബ്ജക്റ്റ്, പലതരത്തിലുള്ള ടാസ്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ. അപ്പം ഈ ബിഗ് ചലഞ്ചസ് വരുമ്പോഴുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ എഫക്റ്റുകൾ വരാം, ഭയം, ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഭയപ്പെടാതെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്ക് മാത്രം ലക്ഷ്യമാക്കി നീങ്ങി ചെറിയ ചെറിയ പീസുകളായിട്ട്, ചെറിയ ബേബി സ്റ്റെപ്സ് എന്നൊക്കെ പറയും, ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ വിജയം അനിശ്ചിതമാകാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ നിൽക്കാൻ പാടില്ല. സ്റ്റാർട്ട് സ്മോൾ, അതാണ് നേരത്തെ തന്നെ പറഞ്ഞത്. സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്, സ്റ്റാർട്ട് സ്മോൾ എന്നൊക്കെ പറയുന്നത് ഈ ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വലിയ ചലഞ്ചസ്. നമ്മളുടെ ടാസ്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ചലഞ്ചിങ്ങായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഇതൊക്കെ മറികടന്ന് അതിനെ ഈ ഒരു അപ്രോച്ചോട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ്. ഇനി ഇതിൻ്റെ ഒരു എലിഫൻറ്റിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയും. അപ്പോൾ അതെന്താണ് ദി എലിഫൻറ്റ് ഫ്രെയിം വർക്ക് എന്താണ് പറയുന്നത്? ബ്രേക്ക് ദ ചലഞ്ചസ് ഇൻ ടു ഡൈജസ്റ്റബിൾ പാർട്സ്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടാണ്. അത് നമുക്കൊരു എന്താണ് വെല്ലുവിളി ആണെങ്കിൽ നമുക്ക് അതിനെ ഭാഗങ്ങളായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ട് അത് ചെറുതാക്കുന്നു. ബ്രേക്ക് ദ ചലഞ്ച് ഇൻ ടു ഡൈജസ്റ്റബിൾ പാർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തികൾ കൂടി കൈയെത്തുന്നവരെ നമുക്ക് കൈയെത്തി പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. അതിന് ബ്രേക്ക് ദി ചലഞ്ച് ഇൻ ടു ഡൈജസ്റ്റബിൾ പാർട്സ്. നൗ ഡിഫൈൻ ദി എലിഫൻറ്റ്. വാട്ട് ഈസ് ദി ബിഗ് ഗോൾ? നമ്മളത് ഈ എലിഫൻറ്റിൻ്റെ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്ന ഗോൾ എന്താണെന്ന് നോക്കണം. ക്രേവ് ദ കാർഡ്സ്, ബ്രേക്ക് ഇൻ ടു സ്മോളർ ടാസ്ക്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്രിയേറ്റ് റിച്വൽസ്, കൺസിസ്റ്റൻ്റ് ആക്ഷൻ. അപ്പം നമ്മൾ ഇത് പാർട്ടാക്കി, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം അങ്ങനെ പാർട്ടാക്കിയാൽ തന്നെ അവിടെ നിൽക്കാൻ പാടില്ല, നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ വി ഹാവ് ടു പുട്ട് ദാറ്റ് സ്മോൾ ടാസ്ക് ഇൻ ടു ആക്ഷൻസ്. അതാണ് കൺസിസ്റ്റൻ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ട്രാക്ക് ബൈറ്റ്സ്, മോണിറ്റർ പ്രോഗ്രസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിരന്തരമായ പരിശ്രമങ്ങളും അതിൻ്റെ കൂടെ നമ്മൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് മോണിറ്ററും ചെയ്യണം. എവിടെ വരെ എത്തി, ആ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ സമയത്തിലാകാം, ഒരുപക്ഷെ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആകാം, ഫിനാൻഷ്യൽ കാര്യങ്ങളാകാം, ഒരുപാട് കാര്യങ്ങൾ. അപ്പം ചെയ്തു തുടങ്ങിയ കാര്യത്തിൻ്റെ പ്രോഗ്രസ് കൂടെ നോക്കി വേണം നമ്മൾ പ്രത്യേക ടാസ്കിനെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പ്രോഗ്രസ് നോക്കുക. ആൻഡ് ഫൈനലി റെക്കഗ്നൈസ് ദ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഓരോ നാഴികക്കല്ലുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ദേ ഓൾവേസ് പുട്ട് എ മൈൽ സ്റ്റോൺ എന്ന് ആ കാര്യം സാധിക്കണം, ഇൻക്ലൂഡിങ് റിസോഴ്സസ്, ഇൻക്ലൂഡിങ് ടൈം, ഇൻക്ലൂഡിങ് എവറിതിങ്. അപ്പോൾ അങ്ങനെ മൈൽ സ്റ്റോണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓരോ സമയത്തും ഓരോ ടൈമിലും നമ്മൾ എത്തേണ്ട ഓരോ മൈൽ സ്റ്റോൺസ് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അത് അച്ചീവ് ചെയ്യുകയാണ് ശരിക്കും. മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നാഴികക്കല്ലുകളൊക്കെ തിരിച്ചറിഞ്ഞ് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം മാനേജ്മെൻറ്റിൽ കൂടിയാണ് കൂടുതലും ചെയ്യുന്നത്. എങ്കിലും ആ മൈൽ സ്റ്റോൺസിനെയൊക്കെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻക്ലൂഡിങ് ടൈമൊക്കെ അലോക്കേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും ടൈം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു റിമൈൻഡറാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി, നമ്മൾ തന്നെ ഇപ്പോഴേ തീരുമാനം, എനിക്കിത് ഒരാഴ്ച കൊണ്ട് തീർക്കണം എന്ന് നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങിയാൽ ദിവസവും അതിനെക്കുറിച്ചുള്ള റിമൈൻഡർ ഓട്ടോമാറ്റിക്, അത് യൂണിവേഴ്സൽ പ്രോസസ്സാണ്. സോ ദർ ഈസ് സംബഡി or some forces is actually reminding you about your task. അപ്പോൾ അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എലിഫൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ടേക്കിംഗ് സ്റ്റെപ്സ്, സ്മോൾ സ്റ്റെപ്സ്, ആൻഡ് ദിസ് ഈസ് ദ കട്ട്സ് എന്ന് ഞാൻ പറഞ്ഞു, ബ്രേക്ക് ഇൻ ടു സ്മോളർ പാർട്സ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്കൊരു പസിൽസ് മാതിരി തോന്നാം. ഇത് സൂചിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാസ്കിനെയാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള വലിയ ടാസ്കിനെയാണ്. അപ്പോൾ ഇത് പലതരത്തിൽ വിഭജിച്ച് നമുക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ 2 ലെഗ് ഉണ്ട്, അതൊരു പോർഷൻ ആക്കാം. അതിനെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും അതിനെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഇൻ ടു സ്മോളർ ടാസ്ക്സ്, ദ കട്ട്സ് എന്ന് പറയുന്ന ഒരു ടേം ഇതാണ്.
ഈ പിക്ചർ അതാണ് ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. ക്രിയേറ്റ് ദ റിച്വൽസ്, കൺസിസ്റ്റന്റ് ആക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്ന മാതിരി തന്നെ അതിനകത്ത് ഓരോ ആക്ഷനും നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ അത് ടാർഗറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രൊക്രാസ്റ്റിനേഷൻ വരാം, കാര്യങ്ങൾ എന്താണ് നമ്മൾ നീട്ടിവെക്കും, നമുക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം ഉണ്ടാവും. ഇതൊക്കെ കാരണം എപ്പോഴും നമ്മൾ ആ ആക്ഷൻ എടുക്കുന്നത് നമ്മളത് എന്താണ് സമയബന്ധിതമായിട്ട് തന്നെ തീർക്കേണ്ട കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓരോ ടാസ്കിനെയും ഇതേമാതിരി പേര് കൊടുക്കുക. ഞാനിത് വളരെ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ എലിഫൻറ്റിനെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം യു ക്യാൻ ഡിസൈഡ് ഓർ യു ക്യാൻ ഡിഫൈൻ വാട്ട് ഈസ് ദ ഈച്ച് പാർട്ട് കോൾ, പുട്ട് ദ നെയിംസ്. അപ്പം ഇതാണ് ശരിക്കും പറയുന്നതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈറ്റ് ദി എലിഫൻറ്റിൻ്റെ നമ്പർ 1 സ്റ്റെപ്പാണ് ആക്ച്വലി പറഞ്ഞാൽ. carve the cuts, break into smaller tasks. Then you identify it, okay? Then you work on each portion on time base as we mentioned here. Then we'll go to the next step. Why it works psychologically. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോളജിക്കൽ പരമായിട്ട് ഇതിന് വലിയൊരു എഫക്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഈറ്റ് ദി എലിഫൻ്റ് അല്ലെങ്കിൽ ഈറ്റ് ദി ഫ്രോഗ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടൈമാണ്, ടൈം മാനേജ്മെൻ്റ് ആണ്. അടുത്തതാണ് ചങ്കിങ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ചങ്കിങ് തിയറി ഈസ് അവർ ബ്രെയിൻസ് ഹാൻഡിൽ ഇൻഫർമേഷൻ ബെറ്റർ ദാൻ വെൻ ഇറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തന്നെ ബ്രെയിന് ചെറിയ ചെറിയ കാര്യങ്ങളെ കൂടെ അതിനെ വിഭജിച്ച് കഴിഞ്ഞാൽ ഇതിന് ഓർക്കാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചില നമ്പറുകളൊക്കെ നമ്മൾ അതിനൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. ചിലപ്പോൾ 3 വേർഡ്സ് ടുഗദർ, 2 വേർഡ്സ് ടുഗദർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റി കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ടായിരിക്കും. അതാണ് ചങ്കിങ് തിയറി. സോ വാട്ട് ഈസ് ചങ്കിങ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബ്രെയിൻസ് ഹാൻഡിൽ ഇൻഫർമേഷൻ ബെറ്റർ വെൻ ഇറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് അനദർ effect called the behavioral activation. So taking even a small action can reduce anxiety and build momentum. ശരിയല്ലേ? നമ്മൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ പേടിച്ച് ഭയന്ന് ഇരിക്കുന്നതിന് പകരം ഒരു ചെറിയ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊരു വലിയൊരു ഒരു പ്രചോദനമായിരിക്കും. ഒരു കാര്യം ഞാൻ ചെയ്തല്ലോ എന്നുള്ള മാനസികമായിട്ടുള്ള നമുക്കതൊരു ഫീലിംഗ് ആണ്. അതിൽ കൂടെ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ആ കാര്യം ചെയ്യുവാനുള്ള അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവേഷനൂടെ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അടുത്തതാണ് പ്രോഗ്രസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. റിസർച്ച് ഷോസ് ദാറ്റ് മേക്കിംഗ് കൺസിസ്റ്റന്റ് പ്രോഗ്രസ് ഈവൻ ടൈനി വിൻസ് ബൂസ്റ്റ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷണൽ വെൽബീങ്. ഇത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അറിയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരു പുരോഗതി കൈവരിക. അപ്പോൾ എല്ലാ ദിവസവും നമുക്കൊരു ചെറിയ റിസൾട്ട് ആണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞാൽ. ഈവൻ ഒരു വൈകാരിക നമുക്ക് തന്നെ ഒരു സുഖം തോന്നും ശരിക്കും പറയാം. ഞാൻ ചെയ്ത ഒരു ചെറിയ കാര്യത്തിൽ കൂടി എനിക്ക് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഗ്രസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സ്ഥിരമായ പുരോഗതി നമ്മൾ തന്നെ അച്ചീവ് ചെയ്യാണ് നമ്മുടെ ആക്ഷനിൽ കൂടി തന്നെ. അപ്പം നമുക്കതൊരു മെൻ്റൽ ബൂസ്റ്റ് ആണെന്ന് പറയാം. അടുത്തതാണ് സെൽഫ് എഫിക്കസി എന്ന് പറയും. കംപ്ലീറ്റിംഗ് സ്മോൾ ടാസ്ക് ബിൽഡ് കോൺഫിഡൻസ്, reinforcing the belief that you can handle bigger challenge. Yes, here it is the point. Okay, നമുക്ക് തന്നെ തോന്നും എന്താണ് ചെറിയ ജോലികൾ പൂർത്തിയാക്കി വലിയതും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസവും നമുക്ക് തന്നെ ഒരു ധൈര്യവും ഒക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈക്കോളജി. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ്. ഇതാണ് 1 bite at a time. നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രോഗ്രസ്സിൽ പോകുന്നതായിട്ട് കാണാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യത്തിൻ്റെ നടപടികൾ നമുക്ക് തന്നെ എടുക്കാൻ ഉണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാവും. അതൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കുകയും അങ്ങനെ ഫൈനലി നമ്മുടെ ഉദ്ദേശിക്കുന്ന ആ വലിയ ടാസ്ക് നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. ഇനിയും നമുക്ക് ലെറ്റ് us look at what are the common drawbacks
എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ്, ഇതിൻ്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ, ന്യൂനതകളൊക്കെ നോക്കി ഹൗ ടു അവോയ്ഡ് ദം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് ട്രൈങ് ടു സ്വാലോ ദ ഹോൾ എലിഫൻറ്റ്. നമ്മൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു പരാജയം എവിടെയാണെന്നറിയോ? നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കും ഒരൊറ്റ അടിക്ക് അതങ്ങ് തീർക്കാമെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ വലിയൊരു മണ്ടത്തരമാണ്. നമ്മളതൊന്നും ആലോചിക്കാതെ പോലും ചിലപ്പം ചില കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടും. നോട്ട് ഈവൻ തിങ്കിങ് ഫോർ എ സെക്കൻഡ്. നമ്മൾ വിചാരിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഉണ്ടല്ലോ ട്രൈങ് ടു സോൾവ്. ഒരു എന്ന് പറഞ്ഞാൽ ഒരു ആനയെ മുഴുവൻ അങ്ങനെ തന്നെ വിഴുങ്ങാൻ നമ്മൾ ശ്രമിക്കുകയാണെന്ന്. ഓക്കെ, അപ്പോൾ ചെറിയ കഷ്ണമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് അപ്പോൾ പലപ്പോഴും പറ്റുന്നത് വലിയ ഉത്തരവാദിത്തങ്ങളോ വലിയ റിസ്കുകളോ അല്ലെങ്കിൽ വലിയ ഫിനാൻഷ്യൽ ബാധ്യതകളൊക്കെയുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെ അതിനെ ഒരു ആക്ഷനും ഇല്ലാതെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമം നടത്താറുണ്ട്. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. അടുത്താണ് ലാക്ക് ഓഫ് സ്ട്രാറ്റജി. ഒരു പദ്ധതിയില്ല, ഒരു പ്ലാനും ഇല്ല. വെറുതെ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി അങ്ങ് പുറപ്പെടുകയാണ് വിത്തൗട്ട് ഹാവിങ് എ പ്രോപ്പർ പ്ലാനിങ്. അതിന് ലാക്ക് ഓഫ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെന്താണ് ഇഗ്നോറിങ് ഇമോഷണൽ കമ്പോണൻറ്റ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ വൈകാരികമായിട്ടുള്ള ഒരു ഘടകം ഉണ്ടാവും. നമ്മൾ അതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവഗണിക്കും ഒരു പക്ഷേ. അതിൻ്റെയൊക്കെയുള്ള ഒരു ഇമ്പോർട്ടൻസ് തന്നെ നമ്മളൊരു പക്ഷേ കണ്ടില്ല എന്ന് തന്നെ ചിലപ്പം നമ്മൾ നടിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ശ്രദ്ധ ഇല്ലാതിരിക്കുക, അതിന് വേണ്ട സീരിയസ്നെസ് കൊടുക്കാതെ തന്നെ ഇഗ്നോറിങ് ദി ഇമോഷണൽ കമ്പോണൻറ്റ്. അപ്പോൾ നമ്മുടെ എല്ലാം അപ്പോൾ മാറിയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡ്രോബാക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യാൻ പോകുന്ന ആക്ഷനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ടും കൂടിയാണ് ഈ പറയുന്ന തരത്തിലുള്ള ഈറ്റ് ദി എലിഫന്റ് എന്നൊക്കെ പറയുന്ന സ്ട്രാറ്റജിയിൽ കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മെൻ്റലിയും ഒക്കെ തന്നെ ഒരു ഇമോഷണൽ ബിൽഡപ്പ് നമ്മൾ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ഇതൊരു ബർഗറാണല്ലോ. അപ്പോൾ ആ ബർഗർ അങ്ങനെ തന്നെ നമ്മൾ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് അപകടമാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ആ ടാസ്കിൻ്റെ വലിപ്പമാണ്. ഒറ്റയടിക്ക് ഇതങ്ങ് നമുക്ക് സാധിക്കാൻ പറ്റുമെന്നുള്ള അമിത വിശ്വാസമായിരിക്കാം, ഓവർ കോൺഫിഡൻസ് ഒക്കെ ആകാം. പക്ഷേ അത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രസ് തീർച്ചയായിട്ടും ഉണ്ടാക്കി തരത്തില്ല. ഇനി ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കുമ്പോഴേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ശരിക്കും പറയാൻ നമ്മൾ നോക്കണം വാട്ട് ഈസ് യുവർ എലിഫൻറ്റ്. നമുക്കിപ്പോൾ ഒരു കാര്യം ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ഒന്ന് എടുത്തു വേണമെങ്കിൽ നോക്കാം. ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് ഒരു സംശയമില്ല, എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളവർ തന്നെയാണ്. കുട്ടികളെടുത്തോളൂ, വീട്ടിലെ അമ്മമാരെടുത്തോളൂ, വീട്ടിലെ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. നമ്മൾ തോന്നുകയോ എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് പക്ഷേ തോന്നിക്കാണാം, നമുക്ക് തോന്നിയേക്കാം. അത് അത്രമാത്രം വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നടക്കുന്നവരാണോ നമ്മൾ എന്നൊക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തോന്നിക്കാം. പക്ഷേ അങ്ങനെയല്ല, നമുക്കൊക്കെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എലിഫൻ്റ് ഉണ്ട്. അത് നമ്മൾ അറിയണം. വാട്ട് ഈസ് യുവർ എലിഫൻറ്റ്, വിച്ച് ബൈറ്റ് ക്യാൻ യു ടേക്ക് ടുഡേ. അപ്പോൾ അങ്ങനെ നമ്മളിതിനെ കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഏത് ഭാഗമാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്? So I have a elephant. I have cut into pieces, small pieces, and again I have broken down further into small pieces. Then I am thinking which part I can take today. You decide. ഓരോരുത്തർക്കും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മളൊരു തുടക്കമായി കമ്മിറ്റ് ടു എ മൈക്രോ ആക്ഷൻ, ഒരു സൂക്ഷ്മ പ്രവർത്തനത്തിൽ കൂടെ തന്നെ നമ്മൾക്ക് ഏർപ്പെടണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാര്യത്തിൽ ഒരു നടപടി. ഇപ്പോൾ ഈ എലിഫൻറ്റിൽ നമ്മളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഈ സ്റ്റിക്കർ എന്ന് പറയുന്നിട്ട് നമ്മുടെ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ പലരും ഉപയോഗിക്കുന്നതാണ്, ഫയലുകൾക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കളർ അനുസരിച്ചിട്ട് ശരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഇതൊരു എന്താണ് ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെ. റെഡ് കളർ എന്ന് പറഞ്ഞാൽ അതൊരു റെഡ് അലാമാണ് ശരിക്കും പറഞ്ഞത്, വെരി ഇമ്പോർട്ടൻറ്റ്.
നമ്മുടെ മെയിൽ സിസ്റ്റത്തിലൊക്കെ ഇത് കാണാം. ഇറ്റ് ഇസ് ഗിവിങ് ആൻ അലാം ടു യു വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനെ ഒന്ന് കളറൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ യെല്ലോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പക്ഷേ അതിൻ്റെ പ്രയോറിറ്റി ചിലപ്പോൾ കുറച്ചുകൂടെ താഴെയാകും, ഹൈ പ്രയോറിറ്റിയിൽ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കളർ കോഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ അറിയണം വാട്ട് ഈസ് യുവർ എലിഫൻറ്റ്, വിച്ച് ബൈറ്റ് ക്യാൻ യു ടേക്ക് ടുഡേ. ഇന്ന് നമുക്കത് ഏത് കാര്യമാണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഒരു 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 ആക്ഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നിശ്ചയിക്കുകയാണ്. ദെൻ യു ഗീവ് പ്രയോറിറ്റി ടു ഈച്ച് ആക്ഷൻ. അപ്പോൾ അതാണ് ദെൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് വളരെ സിമ്പിളാണ്. നമുക്കൊക്കെയും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ്. നമ്മളൊക്കെയും ഈ കാലഘട്ടത്തിലൊക്കെ പലതരത്തിലുള്ള ടാസ്കുകളൊക്കെ ചെയ്യുന്ന കാരണം ഒരുപക്ഷെ മീഡിയകളിൽ കൂടെയൊക്കെയോ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇതിന് സമാനമായ ഒരുപാട് നമുക്ക് പ്രാക്ടീസസ് കാണാം, ടെക്നിക്സ് കാണാം. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ സുഗമമായി നടക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഈറ്റ് ദി എലിഫൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കൂടിയുള്ള എന്തൊക്കെയാണ് ഒരു ടേക്ക് അവേ നോക്കാം. എനിവൺ ഹു ഹാസ് അച്ചീവ്ഡ് എനിത്തിങ് വർത്ത് വൈൽ ഇൻ ലൈഫ് ഹാസ് ഈറ്റൺ ആൻ എലിഫൻറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് എടുത്തു നോക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ടാസ്ക് ഉണ്ടായിട്ടില്ലേ? നമ്മൾ വിചാരിക്കുന്നതിലും വലുതായിട്ടുള്ള ഒരു ടാസ്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. That is worked a long time on something consistently by cutting something big and intimidating into small pieces. നമ്മളൊക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. After identifying your goal or elephant, step 1 is to decide the cuts of the elephant. We have seen it already in parts. In what parts do you want to divide your big goal into? അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോളിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 2 ഈസ് ദ സ്റ്റെപ്പ് 2 ഇൻവോൾവ് സബ് ഡിവൈഡിങ് ദീസ് പാർട്സ് അഗെയിൻ ഇൻ ടു സ്മോളർ പാർട്സ് ഇൻ ഓർഡർ ടു മേക്ക് ദം ഈവൻ മോർ ഈസിലി അച്ചീവബിൾ. അപ്പോൾ എപ്പോഴും നമ്മൾ എത്രയും ചെറുതാക്കുന്നോ, ദ സ്മോൾ ഈസ് ബ്യൂട്ടി എന്ന് പറയുന്ന പോലെ, എത്രയും ചെറുതാക്കുന്നോ അത്രയും ആ കാര്യങ്ങൾ ചെയ്യാൻ ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും. രണ്ടാം ഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ദേ ക്യാൻ ഗോ അബൌട്ട് ഹാൻഡ്ലിങ് വൺ പാർട്ട്, then you can go about handling what. അപ്പം നമ്മൾ ഒരു സമയം ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ മൾട്ടി ടാസ്കിങ്ങിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നവരുണ്ട്. മൾട്ടി ടാസ്കിങ് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, അതേസമയം അതിൻ്റെ ഡ്രോബാക്ക് ഉണ്ടെന്നും വിശ്വസിക്കുന്നവരും പറയുന്നവരുണ്ട്. കാര്യം നമുക്ക് കോൺസെൻട്രേഷൻ എല്ലാ കാര്യത്തിലും നമ്മുടെ ബ്രെയിൻ ഒരുപക്ഷെ സമ്മതിക്കില്ല. എത്ര കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺസ് എബിലിറ്റി ആൻഡ് ഹിസ് ആക്ഷൻസ് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ഹാൻഡ്ലിങ് വൺ പാർട്ട് അറ്റ് എ ടൈം ഈസ് ദി കീ ഹിയർ. ആൻഡ് ദെൻ ടേക്ക് ഓൺലി 1 or maximum 2 elephants at a time. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ മാക്സിമം നമുക്ക് 2 അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കും. ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു മൾട്ടി ടാസ്കിങ് ലെവലിലേക്ക് പോകും. ബിക്കോസ് ബിഗ് ലൈഫ് ഗോൾസ് കം ആഫ്റ്റർ ലോങ് ടേം ഇഫക്റ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ലോങ് ടേം ഇഫക്റ്റ് കിട്ടണമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാലായിട്ട് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ലോങ് ടേം എഫക്റ്റ് ഉണ്ട്, നമുക്ക് ലോങ് ടൈം ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ ആ കാര്യത്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ 2 കാര്യങ്ങൾ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ 2 നമുക്ക് ഒരുമിച്ച് പാരലായിട്ട് തന്നെ നിൽക്കുക. എഗെയിൻ യുവർ ടാസ്ക് ഈസ് വെരി സ്മോൾ. ആ വലിയ കാര്യത്തിലെ ടാസ്കിൻ്റെ ഭാരമൊന്നും ഒരിക്കലും നമുക്ക് തോന്നില്ല. കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫൈനലി അങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ദി എലിഫൻറ്റ് എന്ന പ്രോസസ്സിലൂടെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഡോണ്ട് ഫീൽ intimidated by elephants or big goals. Divide your goal into many goals and target them one at a time. നേരത്തെ ഇത് തന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. So these are the key takeaways today from this particular subject. And now let us look at what we can do in our life. Identify, divide, act and reflect. നമ്മൾ തന്നെ തിരിച്ചറിയണം നമ്മുടെ ഗോളുകൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കണം. അപ്പോൾ ആ ഗോളുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ടാസ്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിഭജിക്കുന്നു, പ്രവർത്തിക്കുന്നു,
നമ്മൾ ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഷെയർ യുവർ ജേർണി. നമുക്ക് ചിലപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്ത ഒരു കാര്യം നമുക്ക് മറ്റുള്ള ഒരാളുമായിട്ട് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് സാധിച്ചത് എന്നുള്ളതൊരു നമ്മൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അനുഭവത്തിൽ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പാഠമായിരിക്കും. നമ്മൾ ആ കാര്യം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാൻ ഇന്ന സ്റ്റെപ്പിൽ കൂടി പോയിട്ടാണ് എനിക്ക് ആ കാര്യം സാധിക്കാൻ പറ്റിയത് എന്നുള്ള ഒരു തിരിച്ചറിവ്. ചിലർക്ക് ഇങ്ങനെയുള്ള ഷെയറൊക്കെ ചെയ്യാൻ പേടിയുള്ളവരുമുണ്ട്. കാര്യം നമ്മൾ ചെയ്ത ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവരും കൂടെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറോ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചില തോട്ടുകളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരിക്കൽ കൂടി ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ നോളജ് കൂടത്തേ ഉള്ളൂ. അതൊരു ഒരു ഹെൽപ്പിംഗ് ഈച്ച് അതർ എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം കൂടിയാണ്. അതെ, അടുത്താണ് ഹെൽപ്പ് സമ്മൺ എൽസ് യെസ് ടേം ദെയർ എലിഫൻറ്റ്. ടൈം എന്ന് പറയുന്നത് നമ്മൾ മെരുക്കിയെടുക്കാൻ. അപ്പം വേറെ ഒരാൾക്കൂടെ നമ്മുടെ ചിലപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ളവരാ, നമ്മുടെ ഫാമിലി മെമ്പർ ആകാം, ഒരു പക്ഷേ നമ്മുടെ സുഹൃത്താവാം, നമ്മുടെ കൊളീഗാകാം. അപ്പോൾ നമ്മളതൊരു ഹെൽപ്പാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ കാര്യം നമ്മുടെ കയ്യിൽ ഒതുക്കിയിട്ട് ടൈം നമ്മൾ മെരുക്കിയെടുത്തിട്ട് നമ്മുടെ എലിഫൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ മെരുക്കിയെടുത്ത ആ കാര്യം സാധിച്ചത് എന്ന് ഉള്ള അതിൻ്റെ രീതികളൊക്കെ മറ്റൊരാൾക്കൂടെ പറഞ്ഞു കൊടുത്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം കൂടിയാണ്. സോ അച്ചീവിങ് എനിത്തിങ് റിമാർക്കബിൾ ഓൾവേസ് റിക്വയർസ് ലോങ് ടൈം എഫർട്ട്. അപ്പോൾ ഓർക്കുക, ശ്രദ്ധേയമായ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ എപ്പോഴും ദീർഘകാല പരിശ്രമം ആവശ്യമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശ്രമം കൂടാതെ ഒരു കാര്യവും നമുക്ക് ജീവിതത്തിൽ തന്നെ നേടിയെടുക്കാൻ പറ്റത്തില്ല. അത് ലോങ് ടൈം എഫേർട്സ് തീർച്ചയായിട്ടും വേണ്ടി വരുമായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള 1-2 ദിവസം മാത്രമല്ല, ഒരു പക്ഷേ ഒരു ലൈഫ് ടൈമിൽ തന്നെ ചിലപ്പം നമുക്ക് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സോ വി ഹാവ് ടു വർക്ക് ഹാർഡ്. അപ്പോൾ ദീസ് ആർ ദ പോയിന്റ്സ് ലൈക്ക് എ ബാറ്റൺ. നമ്മൾ കൈമാറുന്നത് മാതിരി നമ്മൾ പഠിച്ച കാര്യം, നമ്മൾ ചെയ്ത കാര്യം, നമ്മളുടെ അറിവിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ആ അനുഭവങ്ങൾ കൂടി അവർക്കും ഈ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ. Let us look at the conclusion. Every massive goal is eatable, not just all at once. ഇതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒറ്റയടിക്ക് അല്ലെങ്കിലും നമുക്ക് ഭക്ഷിക്കാവുന്ന മാത്രമേ ഭക്ഷിക്കാവൂ. ജസ്റ്റ് നോട്ട് ഓൾ അറ്റ് വൺസ്. ഓക്കെ, നമ്മൾ ഒറ്റയടിക്ക് അല്ല അത് ചെയ്യാൻ പോകുന്നത്. എവരി മാസീവ് ഗോൾ ഈസ് ഈറ്റബിൾ. നമ്മൾ കാണുന്ന ടാസ്ക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് അത് ചെയ്യാനായിട്ട് മെനക്കെടുന്ന ഒരു പക്ഷേ നമ്മുടെ വിജയത്തിൻ്റെ സാധ്യതകളിലൊക്കെ കുറയ്ക്കാനായിട്ട് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. ദ എലിഫൻറ്റ് ഈസ് നോട്ട് യുവർ എനിമി, ഇറ്റ് ഈസ് യുവർ ഇവല്യൂഷൻ. ശരിക്കും നമ്മൾ എലിഫൻ്റ് എന്ന് പറയില്ല, നമുക്കുള്ള ആ ടാസ്ക് ശരിക്കും നമ്മളതിനെ ഒരു ശത്രുതാ മനോഭാവത്തോടെ നോക്കണ്ട. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പരിണാമമെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ടാസ്കുകളൊക്കെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി അല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്താൽ, നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈറ്റ് ദി എലിഫൻ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കൂടി നമുക്ക് ഈ മാതിരിയുള്ള ഒരു സ്റ്റേറ്റിൽ എത്താനായിട്ട് തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയാണ്? പുട്ട് ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് ദെൻ യു ക്യാൻ ഈറ്റ് ദി എലിഫൻറ്റ്. അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. സാബു സാറേ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്ത വിഷയം. അവർ ടു സാബു സാർ. സാർ പറഞ്ഞോളൂ. ആനയെ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ട ആഫ്രിക്കൻ ആനകൾ ഒന്നും ഈ ആനയ്ക്കൊപ്പം വരില്ല. ചുള്ളിക്കൊമ്പന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കൊമ്പ് വളരെ താത്തിയാണ് ഇരിക്കുന്നത്. സാറ് അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു.
ഈറ്റ് ദ ഡേർട്ടി. ആ തവള, ഏറ്റവും വൃത്തികെട്ട തവളയെ ആദ്യം തിന്നുക. അപ്പുറത്ത് നല്ല ഒന്നാം തരം മധുരപലഹാരങ്ങൾ ഇരിപ്പുണ്ടെങ്കിലും കണ്ടീഷൻ ഈ തവളയെ തിന്നാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നോ യുവർ സെൽഫ്. നിങ്ങൾക്ക് ആ ഡേർട്ടി തവളയല്ല, ഡേർട്ടി ഫ്രോഗ് അല്ല നിങ്ങളുടെ മുന്നിലെ പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എടുക്കുക, പിന്നെ മുന്നോട്ട് പോവുക. മനോജ് സാർ വളരെ കൃത്യമായിട്ടാണ് അത് പറഞ്ഞത്. ആന എന്ന ബിംബത്തിന്റെ പുറകെ അല്ല നിങ്ങൾ വിഷമിച്ച് നിൽക്കേണ്ടത്. കട്ട് ഇൻ ടു പീസസ്. നിങ്ങളുടെ വലിയ ടാസ്ക് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അവിടെ നോ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ അറിയുക ആദ്യം. ലങ്കയിലേക്ക് ചാടിയ ഹനുമാൻ വലിയൊരു ടാസ്ക് ആണ് ചെയ്യുന്നത്. പക്ഷെ സീതാദേവിയെ രക്ഷിക്കുക എന്നുള്ള ആ ടാസ്കിന് ആൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വായുപുത്രൻ അത്രത്തോളം ചാടിയത്. നമ്മളും ഓരോ വായുപുത്രന്മാരാണ് എന്ന് ആ ബോധം നമുക്കുണ്ടാവുക. ആനയുടെ വാല് തൊട്ട് തുടങ്ങാൻ. വാല് ചെറുതല്ലേ, നമ്മുടെ കണ്ണിൽ അത് ചെറുതാണ്. ആനയെ ഒന്നായിട്ട് കാണണ്ട, ചെറുതായി കാണുക. പൊട്ടൻ ആനയെ കണ്ട പോലെ കണ്ട് കൃത്യമാക്കുക. വളരെ ഗംഭീരമായിരുന്നു സർ. സാർ വളരെ സരളമായി നമ്മുടെ മുന്നിലേക്ക് ഒരു പന്ത് ഇട്ട് തരികയാണ്. പന്ത് കണ്ട് നമ്മളാരും പേടിച്ചില്ല, കളിക്കാൻ തയ്യാറായി ആ കളിക്കളത്തിലേക്ക് വന്ന മനോജ് സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയും. നല്ലൊരു വിഷയം സിമ്പിളായിട്ട് പറഞ്ഞു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഈറ്റ് ദ ഡേർട്ടി ഫ്രോഗ് ഫസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ആ ആ, വളരെ മനോഹരമായിരിക്കും സാറിൻ്റെ ഉപമകളും സാറ് പറഞ്ഞ രീതികളും. അപ്പോൾ ഞാൻ ഇത്രയും നേരം എടുത്ത ഈ സബ്ജക്റ്റിനെ വളരെ എന്താണ് ഒന്ന് രണ്ട് വാചകങ്ങളിൽ കൂടി സാർ അതിനൊരു വലിയൊരു കോംപ്ലിമെൻ്റ് ആണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സാബു സാർ. റോയ് സാർ. നമ്മൾ സാധാരണ ചെയ്യണ ഒറ്റയടിക്ക് ഇവനെ ശരിയാക്കി എടുക്കണം എന്നുള്ള ഒരാഗ്രഹമാണ് നമ്മളിൽ ഉള്ളത്. പക്ഷെ നമ്മളതിൽ തോറ്റു പോവുകയും ചെയ്യും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു പ്രോപ്പർ പ്ലാനിങ് ഒന്നും കാണത്തില്ല. നമ്മളിൽ സാധാരണ കാണുന്ന കാര്യങ്ങളാണെങ്കിൽ കണ്ടു അവന് തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഇതോടുകൂടിയാണ്. അപ്പോൾ സാറ് ആ കോമൺ ഡ്രോബാക്സിനെ പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു. ശരിയാണ്, അങ്ങനെ ഒരു ഇതോടു കൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എമോഷണൽ കമ്പോണൻസിനെ ഒക്കെ ഒന്ന് അതുപോലെ നമ്മുടെ ആ ഒരു ഇതുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെ ഈ പറഞ്ഞ പോലെ ഒരു പീസാക്കുന്നത് മാത്രമല്ല, ആ പീസാക്കിയിട്ട് ആ പീസിനെ തന്നെ സെലക്ട് ചെയ്ത് കൈകാര്യം ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഓർമ്മയിൽ ഇരുന്നാൽ ഇതുപോലുള്ള ഒരു ഗോൾ സെറ്റിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് കുറേയൊക്കെ നേരെയാക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഓർമ്മയിൽ വരില്ല, ഇത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടല്ലോ എന്ന്. ഇത് അല്ലാതെ കിട്ടുന്ന വഴി തിന്നാൻ തോന്നുകയല്ല വേണ്ടത് എന്ന ഭാഗം പലയിടത്തും ഇത് ചെറിയ പീസാക്കിയാൽ കഴിക്കുന്നതാണ് നല്ലത്, ചെറിയ പീസാക്കണം, ചെറിയ സ്റ്റെപ്പ് വേണമെന്നൊക്കെ പറഞ്ഞാലും അതിന് ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിനുള്ള ഒരു ഗൈഡ് ലൈൻസ് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഈ എലിഫൻറ്റിനെ തിന്നുന്ന കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. നല്ലൊരു മെസ്സേജാണ് മനോജ് സാർ വന്നിട്ടുള്ളത്. കാരണം ഏത് വലിയ ടാസ്കും നമ്മൾ ഭയത്തോടെ കാണേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ഈസി മെത്തേഡുകളാണ് ഇപ്പോൾ സാർ പറഞ്ഞത്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നമുക്ക് പിന്നെ സ്വീകരിക്കാൻ നമ്മളെ അത് ഫേസ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ട് അതിനെ കഴിക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പം ഏത് വലിയ കാര്യമാണെങ്കിലും ഇപ്പം നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയുക, വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയൊരു മാങ്ങ അപ്പാട് വിഴുങ്ങാൻ നമുക്ക് വിചാരിച്ച് നടക്കില്ല. അപ്പം ആ മാങ്ങ മുഴുവനായിട്ട് നമുക്ക് തിന്നാൻ പറ്റും. അതിനുള്ള ഒരു ഇതാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ആസ്വദിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രശ്നമായി തീരും.
എന്തായാലും ഈ മനോജ് സാർ ഇത് നല്ലൊരു മെസ്സേജാണ് തന്നിട്ടുള്ളത്. ഈ ഈറ്റ് ദി എലിഫന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടെ നല്ലൊരു മെസ്സേജാണ് സാർ നമുക്ക് തന്നിട്ടുള്ളത്. നന്ദിയോടെ ഞാൻ എൻ്റെ വാക്കുകൾ. താങ്ക് യു സാർ. അൻസാരി സാർ. ഞാൻ എപ്പോഴും ഒന്നും കേറാറില്ല. ചിലത് തോന്നുന്നു എനിക്ക് ഇത്തിരി നേരം കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നിയ അങ്ങനെ ഇരിക്കും. കാരണം വേറെ പല പണികളുണ്ട്. അപ്പൊ ഇവിടെ ഇന്ന് മനോജ് സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. വളരെ വളരെ ഗംഭീരമായിരുന്നു. കാരണം എന്തോന്ന് പറഞ്ഞാല് ഏതൊരു കാര്യമായ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി വലിയ പ്രശ്നങ്ങളും കൊച്ചു പ്രശ്നങ്ങളും ഉണ്ട്. വലിയ പ്രശ്നങ്ങളെ അതുപോലെ വിഴുങ്ങിക്കളയാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എന്നാ അത് വിഴുങ്ങുകയും വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ കൊച്ചു കൊച്ചു പീസാക്കുക, പിന്നെ അതിലും കൊച്ചു പീസാക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു കാര്യം ചെയ്യാനും. അപ്പം നമ്മുടെ ഗോൾ എത്ര വലുതായാലും നമുക്ക് അത് ടൈം ബൗണ്ടായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പീസുകൾ കൂട്ടുകയോ തന്നെയോ ചെയ്യണം. അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾ ആണെങ്കിൽ അതനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കറിയാം. നമുക്കിപ്പോ ഒരു PhD എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ നമ്മള് പിന്നെ മനസ്സിൽ കൊണ്ട് നടന്ന് അത് ഒരു ലോങ് ടൈം ഗോളായിട്ട് കുറേശ്ശെ ഓരോ ഡിഗ്രി എടുത്ത് വേണം നമുക്ക് അവിടെ എത്താൻ. അപ്പൊ അതുപോലെ അപ്പൊ ഗോളുകൾ നമുക്ക് ജോലി കിട്ടുന്ന കാര്യമായാലും ശരി, അതുപോലെ ബിസിനസ് നടത്തുന്നവരായാലും ശരി, നമുക്കൊരു ടാർഗറ്റ് ഗോൾ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞ് സാർ ഒരു ആനയെ കൊണ്ടുവന്നിട്ട് അതിനെ മുറിച്ച് തിന്നാനാണ് പറയുന്നത് ഓരോരുത്തരും. അപ്പൊ നമുക്കത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു സാറ് വന്നിട്ട് ആനയെ തിന്നാൻ പറയുന്നു. അപ്പൊ പറഞ്ഞു ഓരോ കൊച്ചു കൊച്ചു പീസാക്കുമ്പോ ചിലപ്പം ആട്ടിന്റെ മട്ടൺ പീസാന്ന് പറഞ്ഞ് അങ്ങ് കഴിക്കാം. അങ്ങനെ കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് കുറേശ്ശെ ആയിട്ട് കഴിച്ചു തീർക്കാം. അപ്പൊ അതൊരു കാരണം എന്തുവെന്ന് പറഞ്ഞാൽ ആനയാണ് ഏറ്റവും വലിയ ഇപ്പൊ ഇവിടെ കാണുന്ന ജീവി. അപ്പൊ അത് പറയുമ്പം അതിന്റെ ഇത്തിരി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഏത് ഇഫക്റ്റീവ് ആവുന്നത്. അതുകൊണ്ട് സാറ് വളരെ ഇതായിട്ട് പറഞ്ഞു. മറ്റേ ഈറ്റ് ദി ഫ്രോഗ് പിന്നെ എന്നുള്ളത് പല പ്രാവശ്യം ഇവിടെ എടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ. പിന്നെ അതിനെക്കാട്ടിന് എനിക്ക് തോന്നുന്ന എളുപ്പം ഇതാണ്. കാരണം മറ്റേ പിന്നെ ഈറ്റ് ദി ഫ്രോഗ് ചെറുതാണെങ്കിൽ പോലും വൃത്തികെട്ടതിനെ തിന്നാൻ നമുക്ക് ഇത്തിരി കൂടെ ബുദ്ധിമുട്ട്. ആനയാകുമ്പോൾ തിന്നുന്നത് കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് സാറ് വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും പറഞ്ഞു. അപ്പൊ നമ്മളുടെ ടാസ്കുകളെല്ലാം അത് തന്നെയാണ് നമ്മുടെ സാബു സാറ് ചെയ്തത്. സാറ് ഒരു ഇതങ്ങ് തുടങ്ങി മാറ്റിനി ഷോ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് ആയിട്ട് ചെയ്യാം. എത്ര പേര് 3 പേര് കയറിയാലും 2 പേര് കയറിയാലും എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആയിരുന്നു. അല്ലാതെ സാറ് ഞാൻ 100 പേരെയും കൊണ്ട് ഈ പിന്നെ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യൂ എന്നൊന്നും വിചാരിച്ചില്ല. വരുന്നവർ വരട്ടെ. എൻ്റെ അടുത്ത് തുടങ്ങിയപ്പോഴും അങ്ങനെയാ പറഞ്ഞത്. 1-2 പേരെയൊക്കെ ഇത് ഞാൻ തുടങ്ങിയപ്പോഴേ വന്നതാ. അപ്പൊ ചോദിച്ചു, അപ്പം പറഞ്ഞു ഉള്ളവർ വരട്ടെ സാറേ, ആവശ്യമുള്ളവർ വരട്ടെ, ഞാൻ എന്തായാലും ഇത് നടത്താൻ പോവാ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് സാർ ഓൾറെഡി ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ഈറ്റിംഗ് ദി എലിഫന്റ്. ഓക്കെ, താങ്ക് യു മനോജ് സാർ. മനോജ് സാർ. യെസ്, അൻസാരി സാർ വളരെ വളരെ എന്താണ് അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് സാറ് ഇവിടെ സംസാരിച്ചു. പ്രത്യേകിച്ച് സാബു സാറിനെ കുറിച്ച് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. സാറ് ഒരു തടസ്സവുമില്ലാതെ എല്ലാ ദിവസവും ഒരു വലിയ ടാസ്ക് ആണെന്ന് സാറിന് തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ എങ്കിലും നമ്മൾ സാറിന്റെ സ്റ്റൂവിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്നെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു തടസ്സവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജോർജ് സാർ വന്നിട്ടുണ്ട്. യെസ്, താങ്ക് യു മനോജ് സാർ. കൺഗ്രാജുലേഷൻസ്. തുടക്കം മുതൽ ഒടുക്കം വരെ സാറ് ഹൈടെക് ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. അവതരണ രീതിയെല്ലാം മാറി ഒത്തിരി അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ ഇത് വലിയ ശരിയാ. ഇതിനു മുമ്പ് തവളയെ തിന്നണ കാര്യം പറഞ്ഞ ഒരു പുസ്തകത്തെ പറ്റി കേട്ട് പ്രചാരം എത്തിയിരിക്കുന്നത് മാറി ഇനി ആനയെ തിന്നാം. എത്ര എളുപ്പമായി. അത് നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടുണ്ടല്ലോ, മലയാണേലും കിളച്ചു കോരിയ ചെറിയ കൊട്ടയിലെടുത്താലും
ഏത് മലയും തീരും, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. 1% മാറിയാൽ മതി, നിങ്ങൾ 100% മാറുമൊന്നും വേണ്ട, 1% മാറിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണ്. നമുക്കെല്ലാം ഡിവൈഡ് ചെയ്ത് ഏത് പ്രശ്നവും എത്ര ഹൈ ടാസ്ക് ആണെങ്കിലും ശരി സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ദിശാബോധം കിട്ടുന്ന, നല്ല ഇൻസൈറ്റ് തരുന്ന ഒത്തിരി ടേക്ക് അവേസ് ഉണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. പല തുള്ളി പെരുവെള്ളം ആക്കുന്നത് പോലെ ഇങ്ങനെ നല്ല 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 കോട്സാണ്. താങ്ക് യു സോ മച്ച്. ഗോപകുമാർ സാർ. ശബ്ദാദിനം ഡോക്ടർ ഉണ്ടോ? ഉണ്ട്. വരുന്നു സർ, വരുന്നു. ഞാൻ ഈ മനോജ് സാറിന്റെ ക്ലാസ് എപ്പോഴും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതിൽ ഈ അനാവശ്യ ബ്ലാബ്ല ഒന്നും ഉണ്ടാവാതെ അത് ഭംഗിയായിട്ട്. പക്ഷെ ഞാൻ ഈ സാറിന്റെ ക്ലാസ് ഇന്നലെ കേട്ടിരുന്നെങ്കിൽ ഒരാളും മരിക്കില്ലായിരുന്നു. കാരണം ഇപ്പൊ TV ന്യൂസിൽ പറഞ്ഞു ദോശ തൊണ്ടയിൽ കുടുങ്ങി ഒരു വീട്ടമ്മ മരിച്ചു എന്ന്. ദോശ തൊണ്ടയിൽ കുടുങ്ങി ഒരു വീട്ടമ്മ മരിച്ചു. അപ്പൊ ഈ ആനയെ തിന്നുന്ന ഇതുപോലെ അത് ചെറു കഷ്ണങ്ങളാക്കി ചവച്ചരച്ച് തിന്നിരുന്നുവെങ്കിൽ ആ വീട്ടമ്മ മരിക്കില്ലായിരുന്നു. അപ്പൊ ഇന്ന് TV ന്യൂസ് കാണുന്നവർക്ക് കാണാം ദോശ തൊണ്ടയിൽ കുടുങ്ങി. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നവരൊക്കെ ഇത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറു കഷ്ണങ്ങളാക്കാം, അത് എങ്ങനെയാണ് കഴിച്ചു തുടങ്ങേണ്ടത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്കറിയാലോ. ചെറിയ സ്റ്റെപ്പുകളിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയെ പോലെ ഒരു മഹാരാജ്യത്ത് ഈ 148 കോടി ജനങ്ങളും 28 സ്റ്റേറ്റുകളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ളിടത്ത് ഇലക്ഷൻ എങ്ങനെ നടത്തും? നമ്മളൊന്ന് ആലോചിച്ച് അന്തം വിട്ടു പോയില്ലേ ഇത്രയും പേരെ. പക്ഷെ അത് കളക്ടർമാരെ അത് ഈ ഇലക്ഷൻ സെല്ലിനെ ഏൽപ്പിച്ച് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നടക്കുകയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ നടത്തുന്നതൊക്കെ അത് മഹാകാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ചെറു ജീവിതത്തിൽ നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഞാൻ ചെയ്താലേ ശരിയാവൂ എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചാൽ അത് നടക്കാതെ പോകും. ഇന്നൊരു സാറിന്റെ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലോടിയൊരു രസകരമായ ഒരു കാര്യമുണ്ട് സാർ. അതായത് നമുക്കറിയാലോ ഈ മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ പണ്ട് കാരണവന്മാർ പഠിച്ചിരുന്നത്. നമ്മളത് പഠിച്ചതേ ഉള്ളത് ഈ പന തിന്നാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ആ കുഞ്ഞു പ്രായത്തിൽ വിചാരിച്ചിരുന്നത്. പന കടിച്ച് തിന്നാൻ പറ്റുമോ എന്നൊക്കെ. ഈ വലിയൊരു സന്ദേശമാണ് അതിലുള്ളതെന്ന് ഉള്ളത് മനസ്സിലാക്കിയത്. ഇപ്പൊ ഞങ്ങൾ കൊല്ലങ്കോട് ഒരു ഈ സുന്ദരഗ്രാമം എന്നും പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ധാരാളം പേര് ഇപ്പൊ സന്ദർശകരൊക്കെ എത്തുന്നു. അപ്പൊ അവിടെ ഈ ഒരു നമ്മളെ ഓണത്തിന് ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പൊ മൺസൂൺ ടൂറിസം, അവിടുത്തെ വെള്ളച്ചാട്ടം, സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി ധാരാളം പേര് വരുന്നുണ്ട്. ഇത് കർഷകർക്കൊന്നും പണമായിട്ട് ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ആളുകൾ വന്ന് പോകുന്നു, അവിടുത്തെ കള്ള് ഷാപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കയറി കള്ള് കുടിക്കുന്നു, ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു, അയ്യപ്പേട്ടന്റെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പോകുന്നു. അല്ലാതെ കർഷകർക്ക് അതിനു വേണ്ടിയിട്ട് ഒരു കർഷകരുടെ പല പരിശ്രമങ്ങളും നടന്നിട്ട് അതൊന്നും വിജയിച്ചില്ല. അവരിന്ന് എന്നെ വിളിച്ചിരുന്നു അവിടെ. ഞാൻ അവിടെ പോയിട്ട് ഞങ്ങളത് ഒരു പ്ലാൻ, ഈ സാറ് പറഞ്ഞ ഈ ആനയെ തിന്നുന്ന പോലുള്ള ഒരു കാര്യം, അപ്പൊ അത് വളരെ രസമായിട്ട് ചെയ്ത് നമുക്ക് ഇത് പഞ്ചായത്തിന്റെ സഹകരണം വേണം. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് നടന്നത്. അപ്പൊ ഈ പാർട്ടിക്കാരായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിക്കാരായിട്ടുള്ള 2 പ്രമാണിമാരെ അവരെ ഏൽപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനു വേണ്ടി ഒരുക്കം നടത്തണം. ഓണ സമയത്ത് നമ്മുടെ അമേരിക്ക US അയോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു ടീം വരുന്നുണ്ട് കൊല്ലങ്കോട് കാണാനായിട്ട്. അപ്പൊ അവരെ സ്വീകരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ ആശയങ്ങൾ മുഴുവൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കണം, പിന്നെ നമ്മുടെ മരുമോൻ മന്ത്രിയെ വിളിച്ച് നമുക്കിവിടെ കൊണ്ടുവരണം, സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം മന്ത്രിയെ കൊണ്ടുവരണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കൊല്ലങ്കോട് ഒരു ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവരെ ആരെയും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് എൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സിമ്പിൾ പ്ലാനുകളായിട്ടുണ്ടാക്കി 100 കർഷകരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ചെണ്ടുമല്ലിയും സൂര്യകാന്തിയുടെയും ഈ തൈകൾ എത്തിച്ചു കൊടുക്കുക. ഇപ്പം മഴ സമയത്ത് അത് നട്ട് കഴിഞ്ഞാൽ ഈ നടപ്പാതകളുടെ ഇരുവശം മുഴുവൻ പൂന്തോട്ടങ്ങളാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വേക്കൻറ്റ് പ്ലേസുകൾ മുഴുവൻ സൂര്യകാന്തി വെക്കുക, പാടവരമ്പിൽ മുഴുവൻ ചെണ്ടുമല്ലി വെക്കുക. അത് 100 കർഷകരെ സെലക്ട് ചെയ്ത് ഒരു കർഷകന് 1000 രൂപ. ഇപ്പൊ 100 കർഷകരിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് അതിൽ വന്നു. പഞ്ചായത്തിനെ കൊണ്ട് ഒരു ആർച്ച് വെക്കുന്നു, സ്വാഗതം സുന്ദര ഗ്രാമത്തിലേക്ക് എന്നും പറഞ്ഞിട്ട് വെപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോന്ന് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വീട്ടുകാരുടെ മുഴുവൻ ഈ മതിലും ഗേറ്റും തുറന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാറിന് 25 രൂപ വീതം ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങളിത് സിമ്പിളായിട്ട് ഒരു ആനയെ തിന്നു സാർ.
ഇതില് ഞാൻ 2 മണി വരെ രാവിലെ ഈ പരിപാടിയിലായിരുന്നു. അപ്പൊ അത് നമ്മൾ അത് മനോഹരമായിട്ട് അത് ആസൂത്രണം ചെയ്തു. ഇനി 20-ാം തീയതി വീണ്ടും കൂടിയിട്ട് പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഈ ചെണ്ടുമല്ലിയൊക്കെ ചുരുങ്ങിയ വിലയ്ക്ക് എത്തിക്കാൻ എൻ്റെ സുഹൃത്തുക്കളെ ഏർപ്പാട് ചെയ്തു. അതായത് ഈ വലിയൊരു കാര്യം സർക്കാരിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പണിതിട്ട് ഉദ്ഘാടനം ചെയ്യാതെ പഴയതിനകത്ത് ഇരുന്ന് ഇടിഞ്ഞു വീണ പോലെ സംഭവിക്കാതിരിക്കാൻ നമുക്കത് ഈ പ്ലാനിങ് അത് സാറത് വലിയ മാനേജ്മെന്റ് രീതികളിൽ പ്രസന്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈ അമ്മമാരൊക്കെ ചെയ്യുന്ന വലിയ കാര്യങ്ങളില്ലേ. എൻ്റെ അമ്മായിയമ്മയൊക്കെ 8 മക്കളെ 32-ാമത്തെ വയസ്സിൽ വിധവയായ ആള് 8 പേരെ പഠിപ്പിച്ച് മിടുക്കരാക്കി കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോയത് ഇതേപോലെയുള്ള പ്ലാനിങ് ആണ്. അല്ലാതെ ആദ്യത്തെ ആളിന്റെ കല്യാണം അടിപൊളി അങ്ങോട്ട് നടത്തി, 2-ാമത്തെ ആളിന്റെ കല്യാണം പകുതി, ഈ 3-ാമത്തെ ആളിന്റെ കടം മേടിച്ച് 4-ാമത്തെ ആളിൻ്റെത് ആ രീതിയിലല്ല. ഈ അമ്മമാരൊക്കെയുള്ള പ്ലാനിങ്ങും ഒക്കെ അവർ നോക്കിയിട്ടില്ലേ, കല്യാണങ്ങളുടെ ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ. പുരുഷന്മാർ മുന്നിൽ നിൽക്കുമെങ്കിലും മനോജ് സാർ നോക്കിയിട്ടില്ലോ, ഈ കല്യാണങ്ങളൊക്കെ ആ വീട്ടിലെ വീട്ടമ്മയാണ് അത് ബെറ്റർ മാനേജറായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് ഭംഗിയായിട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ അതിന് എനിക്ക് തോന്നിയ സാറിന്റെ ക്ലാസ്സിൽ സപ്ലിമെന്റ് ചെയ്യാൻ, ഈ എലഫന്റിനെ മുറിക്കാൻ നമുക്കൊരു കത്തി വേണം. ഈ എലഫന്റിനെ വെറുതെ മുറിക്കാൻ പറ്റില്ല. നമ്മൾ അത് കേക്ക് അമർത്തുന്നത് പോലെ കേക്കിന്റെ കൂടെയുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള കത്തി കൊണ്ട് ഒരച്ചാൽ എലഫന്റ് മുറിയില്ല. അപ്പൊ ഈ എലഫന്റിനെ മുറിക്കാൻ നമുക്കൊരു കത്തി വേണം. ആ കത്തി എന്തായിരിക്കണം? ആ കത്തി മറ്റാരുമല്ല, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ അത് ആസൂത്രണം ചെയ്യണം. പഴയ തച്ച് ശാസ്ത്രജ്ഞന്മാര് ഇന്നത്തെ പോലെ വലിയ ആർക്കിടെക്റ്റും പിന്നെ ബ്ലൂ പ്രിന്റും മണ്ണാങ്കട്ടയൊന്നും ഇല്ലല്ലോ. ഒരു ആശാരിയുടെ തലയിലാണ് ഈ വലിയ നാലുകെട്ടിന്റെ മുഴുവൻ ഇതിൽ, അന്നൊരു കടലാസിൽ പോലും അവർ എഴുതില്ല, അത് മുഴുവൻ ഈ തലയ്ക്കുള്ളിലിട്ട് ആണ് വലിയ 4 കെട്ടും 8 കെട്ടും ഒക്കെ. ഇപ്പം 2-3 എഞ്ചിനീയർമാരും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് മൈക്രോ ലെവൽ അതൊക്കെ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഒറ്റയാളിന്റെ തലയിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഇതിൽ ഈ ആനയെ മുറിക്കണമെങ്കിലുള്ള കത്തി അത് നമ്മുടെ മനസ്സായിരിക്കണം. അത് ആ മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. അത് വെറുതെ ഇരുന്നല്ല, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് നമുക്ക് അങ്ങോട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത് നേരം വെളുത്ത് എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കത്തി രാഗി മൂർച്ചപ്പെടുത്തിയതുപോലെ തന്നെ കൈ കിട്ടും. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അത് ആലോചിക്കുകയായിരുന്നു, ഈ കൊല്ലങ്കോടുകാരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം. അപ്പോഴാണ് ഈ വിവിധ ഏജൻസികളെ ഉൾപ്പെടുത്തലും കാര്യങ്ങളും. ഞാൻ തന്നെ ചെയ്താലേ എല്ലാം ശരിയാവൂ എന്ന് വിചാരിക്കാതിരുന്നാൽ മതി. അപ്പൊ ശുഭാപ്തി വിശ്വാസവും സ്വയം വിശ്വാസവും ഒക്കെ ചേർന്ന് ഈ മടിയനായിട്ടിരുന്ന് നമ്മള് ഈ ഇമാജിനറി ഫ്ലൈ ക്യാച്ചിങ് കൊണ്ട് നടക്കില്ല. ആക്ഷനിൽ വേണം. കുറച്ച് വർക്കോളിക്കൂടെ ആവുന്നവർക്ക് മാത്രമേ ഈ ആനയെ മുറിച്ച് കഷ്ണമാക്കാൻ പറ്റുള്ളൂ. അല്ലെ ആനയെ നോക്കി അന്തം വിട്ട് അവിടെ നിൽക്കും, ചൂലാണ് മുറവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇതിന് ധൈര്യമായിട്ട് കയറി ഇങ്ങോട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഗംഭീരമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചത് നമ്മുടെ ജിജി തോംസൺ പാലക്കാട് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നപ്പോഴാണ്. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള മിടുക്കൻ സുന്ദരനായിട്ടുള്ള കളക്ടർ വന്നിട്ട് മഹാകാര്യങ്ങൾ പുഞ്ചിരിച്ചോണ്ട് ചെയ്യുന്നത് കൂടെ നിന്ന്, ഞാൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലുള്ളായിരുന്ന സമയമായിരുന്നു. എനിക്കത് വളരെ സിമ്പിളായിട്ട് പുള്ളി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടുപഠിച്ചെങ്ങനെ. സന്തോഷ് ട്രോഫി മത്സരം പാലക്കാട് നടത്തി, ഇവിടെ വലിയ തഞ്ചാവൂർ ഫെസ്റ്റിവൽ നടത്തി. ഈ കോട്ടമൈതാനത്തിന് ചുറ്റും ഫെൻസിങ് നടത്താൻ ഒരിക്കലും പറ്റില്ലായിരുന്നു. കാരണം ഇതെല്ലാം വളരെ പുഞ്ചിരിച്ച് പുള്ളി ചെയ്യുമായിരുന്നു. എന്താ അറിയോ, ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ആനയെ കഷ്ണങ്ങളാക്കി പറ്റിയവരെയൊക്കെ ഏൽപ്പിച്ച് വലിയ ആളുകളെ അങ്ങോട്ട് ഒഴിവാക്കും. ഈ ചെറുകിട ആളുകളെ കൊണ്ട് ഇതങ്ങോട്ട് ചോദിച്ചാൽ അവർ 24 മണിക്കൂറും ഇതിൽ പ്രോബ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് നടന്നോളും. ഈ വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ വരും, പ്രസംഗിക്കും, അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും, ആശയങ്ങൾ സമ്മാനിക്കുന്നേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ടീം അത് വളരെ പ്രധാനമാണ്. എന്തായാലും ഇതൊരു വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു സാർ. ഞാനിത് എന്തായാലും കൊല്ലങ്കോട് പ്രയോഗിക്കുകയാണ് സാറിന്റെ ഈറ്റിംഗ് ദ എലഫന്റ്. അപ്പോൾ അത് ഇന്ന് ആനയെ മുറിച്ചവിടെ ഇട്ടിട്ടുണ്ട്. ഇനി 20-ാം തീയതി ഈ കഷ്ണങ്ങളെല്ലാം എന്തുമാത്രം ഈ എന്താ പറയുക നമുക്ക് ടേസ്റ്റി ആക്കി എടുത്തു എന്ന് നോക്കുകയൊക്കെ. ഇത് നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നമുക്കിത് സ്കൂളുകളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ വലിയ ടാസ്കുകൾ, വലിയ കാര്യങ്ങൾ ഇത് നമ്മൾ ലക്ഷ്യം വെക്കുന്നവർക്ക് ഇത് കഷ്ണം മുറിച്ച് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള എനിക്ക് വളരെ 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 ഇൻഫർമേറ്റീവ് ആയിരുന്നു ഈ ക്ലാസ്. മനോജ് സാറിന്റെ ക്ലാസ് എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓടി വന്ന് കയറുകയായിരുന്നു. ആദ്യത്തെ 10 minutes ഐ മിസ്ഡ് ഇറ്റ്. പക്ഷെ എനിക്കത് വളരെ ഗുണം ചെയ്തു. നല്ലൊരു വണ്ടർഫുൾ ക്ലാസ്. വളരെ സിമ്പിൾ ആയിരുന്നു, നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ ഇത് ആനയുടെ രൂപത്തിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ ആംബിയൻസ് അങ്ങോട്ട് മാറി. അപ്പോൾ അവസാനം ആനയെ മുറിച്ച് കഷ്ണമാക്കി കഷ്ണങ്ങളിലെല്ലാം ഓരോ ശരി മാർക്ക് വിട്ട് മുകളിൽ കയറി നമ്മൾ അങ്ങനെ പത്മാസനത്തിൽ ഇരുന്ന് ഇതാ കണ്ടോളൂ, ഐ ആം സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദി എലഫന്റ്, ലോകമേ എന്നെ നോക്കൂ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ. ദറ്റ് ഈസ് റിയലി അമേസിങ് ആൻഡ് വണ്ടർഫുൾ. താങ്ക് യു സർ.
അപ്പം ഡോക്ടറുടെ വാക്കുകളിൽ കൂടെ സാവു സാറെ എന്തൊരു ലിവിങ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ മാതിരി നടന്ന കാര്യം ഡോക്ടർ വളരെ കൃത്യമായിട്ട് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ ഇങ്ങനെയുള്ള ഡോക്ടർ ഒരുപാട് കാര്യങ്ങളിലൂടെ ഒന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായി നടക്കുന്ന പല കാര്യങ്ങളും എന്ന് സാറ് പറയാറുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും സാറിന്റെ കൊല്ലങ്കോട് പ്രൊജക്ട് ഞങ്ങൾ നേരി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഞങ്ങൾ വിളിക്കണം, ഡേറ്റ് പറയും. ഓഗസ്റ്റ് 24 മുതലാണ്, ഞാൻ അറിയിക്കാം. ഞങ്ങൾ കുറച്ച് നാളായി ഈ ഉലഹന്നൻ സാറിന്റെ അടുത്തേക്ക് വന്നിട്ട്, അപ്പൊ ഞങ്ങൾ വരും. വരൂ. അവിടെ നമ്മുടെ മാംഗോ സിറ്റിയിൽ താമസവും ഭക്ഷണവും ഒക്കെ ഏർപ്പാട് ചെയ്യാം ഇപ്പോഴേ. ഇപ്രാവശ്യം സാറിന്റെ മാംഗോ സിറ്റി ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ശരി. ഓക്കെ. ആണല്ലേ. ഗോകുമാർ സാർ പോയോ? സ്നേഹലത മാം. ഓക്കെ. സോ മനോജ് സാർ, വളരെ മനോഹരമായ ഒരു സെഷൻ. തീർച്ചയായിട്ടും സാധാരണ നമ്മൾ ഒരിക്കലും ഒരു ആനയെ ഇതുപോലെ മുറിക്കാം എന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ കയ്യിൽ ആനയുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ, അല്ലേ, ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ മുറിച്ച് അതിനെ ഗുണകരമാക്കി മാറ്റുക, അതൊരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നേടിയവരെല്ലാം ഇന്ന് വിജയശ്രീ ലാളിതരായി നിൽക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം, അതിനെ കൃത്യമായിട്ട് എങ്ങനെ വേണം, ആനയെ പോലെ വലിപ്പമുള്ള പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സോ താങ്ക് യു സാർ. ഒരു ഫൈനൽ കൺക്ലൂഷൻ മനോജ് സാറിൽ നിന്ന് സാർ, ചിലരുടെയും വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്സ് ആയിരുന്നു. ഞാൻ അതിൻ്റെ കണ്ടന്റ് അവതരിപ്പിച്ചെങ്കിലും സുധോധനൻ ഡോക്ടർ തുടങ്ങി മറ്റെല്ലാവരും പറഞ്ഞ അതിൻ്റെ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി റിവ്യൂസും ഒക്കെ വളരെ നേരം നമ്മൾ ഇന്ന് കേട്ടത് പ്രാക്ടിക്കലായിട്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു ഡോക്ടർ സംസാരം. അതൊക്കെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുമ്പോൾ മുതലേ, നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതലേ, 1ാം ക്ലാസ് മുതലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കീറാമുട്ടികളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് തന്നെയായിരിക്കാം ഈ ഒരു സ്റ്റേജിലൊക്കെ ജീവിതയാത്രയിൽ എല്ലാവർക്കും ഇതുള്ള ഇതൊക്കെ തന്നെ ഈ പ്രാക്ടീസിൽ കൂടെയൊക്കെയാണ്. വലിയ മാനേജ്മെൻറ്റ് തിയറി ഒന്നും അല്ല ഡോക്ടർ പറഞ്ഞ മാതിരി. എങ്കിലും ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. അമ്മമാരെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ വളരെ ശരിയാണ്. അവരുടെ ഒരു ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി ഏറ്റവും ഭംഗിയായി ഒരു വീട്ടിലെ കാര്യം പോലും എടുത്തു കഴിഞ്ഞാൽ പോലും ഏറ്റവും നല്ല രീതിയിൽ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം അവരുടെ തോട്ട് പ്രോസസ്സിൽ കൂടി. പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യവും നടക്കാറില്ല. പക്ഷേ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച മാതിരി തന്നെ ഏറ്റവും വലിയ ഇവൻറ്റ് മാനേജേഴ്സാണ് അവർ. നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുത്താൽ മതി. അപ്പോൾ എന്നെ കേട്ടിരുന്ന ഇന്നത്തെ ഈ സെഷനിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാദരങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നു. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു. ഗോകുമാർ സാറും സ്നേഹദാനം ഇല്ലല്ലോ അല്ലേ? ഓക്കെ, നല്ലൊരു സെഷനാണ്. തീർച്ചയായും നല്ലൊരു കമന്റ് പറയാവുന്നതാണ്. എനിവേ, ഓക്കെ സാർ, സാറാണ് ഇപ്പോൾ ഹോസ്റ്റ് കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.